അധ്യാപക മേഖലയിൽ സാഹിത്യ വരാൻ ഈ മേഖലയിലേക്ക് വരാനാണ് സാധിച്ചത്. അധ്യാപക മേഖലയിൽ നിന്ന് സാഹിത്യ മേഖലയിലേക്ക് വന്നിട്ടില്ല. അങ്ങനെ രണ്ടും ഒരുമിച്ച് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. സാഹിത്യ മേഖലയിലേക്ക് അങ്ങനെ മനഃപൂർവ്വം വരണമെന്ന് കരുതി വന്നതല്ല. പക്ഷെ എൻ്റെ വീട്ടിൽ എനിക്ക് ആ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഏട്ടന്മാരൊക്കെ, ഞാൻ 5 ആങ്ങളമാരുടെ വേറൊരു പെങ്ങളാണ്. ആങ്ങളമാരെല്ലാവരും നന്നായി വായിക്കുന്നവരാണ്. കൂട്ടത്തിൽ മിക്കവരും മലയാളം അധ്യാപകർ കൂടിയാണ്. ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ എൻ്റെ ഏട്ടന്മാരൊക്കെ മലയാളം ടീച്ചേഴ്സ് ആയിരുന്നു. അപ്പൊ അവര് നന്നായി വായിക്കുമായിരുന്നു. ഒരുപാട് പുസ്തകങ്ങൾ വീട്ടിൽ കൊണ്ടുവരുമായിരുന്നു. വെല്ലാശ്ശേരി സെൻട്രൽ റീഡിംഗ് റൂമില് ഏകദേശം എല്ലാ പുസ്തകങ്ങളും എനിക്ക് തോന്നുന്നു ഞാനൊരു 7ാം ക്ലാസ് ആകുമ്പോഴേക്ക് തന്നെ വായിച്ചു തീർത്തിട്ടുണ്ടായിരുന്നു. അവിടെ ആ സമയത്ത് ഉണ്ടായ പുസ്തകങ്ങളൊക്കെ നല്ല വായനയിൽ നിന്നാണ് എഴുതണം എന്നുള്ള ഒരു തോന്നലൊക്കെ ഉണ്ടായത്. അതായത് വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്തെങ്കിലും കുറിച്ചെഴുതാൻ തോന്നുമ്പോൾ പിന്നെ ക്രമേണ ഹൈസ്കൂൾ ക്ലാസ്സിലൊക്കെ എത്തിയപ്പോൾ കവിതയൊക്കെ എഴുതാൻ തുടങ്ങി. ഞാൻ 14 പുസ്തകങ്ങൾ എഴുതിയത് 8ാമതായി എഴുതിയ പുസ്തകമാണ് ഭൂമിയിലെ നക്ഷത്രങ്ങൾ. എനിക്ക് എഴുതിയതിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പുസ്തകം അത് തന്നെയാണ്. കാരണം അതിൽ എൻ്റെ വ്യക്തിപരമായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരു അധ്യാപിക എന്നുള്ള രീതിയിൽ എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന ഒരു ഭിന്നശേഷിക്കാരനായ കുട്ടി, ആ കുട്ടി എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം ആ കുട്ടി വളരെ നല്ല സാമ്പത്തിക ശേഷിയുടെ വീട്ടിലെ കുട്ടിയായിരുന്നു. പക്ഷെ കുട്ടിയുടെ അച്ഛൻ കുട്ടിയെ ഉപേക്ഷിച്ചു പോയി. ഇങ്ങനെ ഒരു കുട്ടി ജനിച്ചത് കൊണ്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ആ ഭാര്യയെയും മകനെയും ഉപേക്ഷിച്ചു പോയ ഒരു അച്ഛൻ്റെ മകനാണ് ആ കുട്ടി. വല്ലാതെ കുട്ടികളെ ദ്രോഹിക്കുമായിരുന്നു. എല്ലാ സാധനങ്ങളും എടുത്ത് ജനലിന്റെ ഉള്ളിൽ കൂടി പുറത്തേക്ക് ഇടായിരുന്നു അവരുടെ ജോലി. മറ്റുള്ള കുട്ടികളുടെയൊക്കെ മുടി പിടിച്ച് വരിക, ഇങ്ങനെ എല്ലാവരും ഉപദ്രവിക്കുന്ന ഒരു ഹൈപ്പർ ആക്റ്റീവായ കുട്ടി. പക്ഷെ എന്തുകൊണ്ടോ അവൻ എന്നെ വലിയ ഇഷ്ടമായിരുന്നു. അത് എല്ലാവർക്കും അവന്റെ അമ്മയ്ക്കും ഒക്കെ അതിശയമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ ഇന്റർവെല്ലിൽ പോകുമ്പോഴൊക്കെ അവനെ കൂട്ടി സ്റ്റാഫ് റൂമിലേക്ക് വരും. ഞാൻ പോകുമ്പോൾ തിരിച്ച് ക്ലാസ്സിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അങ്ങനെ ആ ഒരു വർഷം കൊണ്ട് തന്നെ അവൻ നല്ലൊരു മാറ്റം ഉണ്ടായി. പക്ഷെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞ ഒരു കാര്യം, അവന് നന്നായി ചിത്രം വരക്കാൻ കഴിയുന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ച ഒരു കാര്യമാണ്. അപ്പൊ പിന്നീട് അവന് നല്ലോണം ക്രയോൺസും ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്തപ്പോൾ അവന് അതിൽ നല്ല താല്പര്യം ഉണ്ടായി. അതേപോലെ മൊബൈല്, എൻ്റെ ക്ലാസ്സിലെ മൊബൈല് കണ്ടപ്പോൾ അതിന് ഫോട്ടോ എടുക്കാൻ അവന് നല്ല താല്പര്യമുണ്ട്. ഇപ്പോൾ ഒരു 7ാം ക്ലാസ് എത്തുമ്പോഴേക്കും അവൻ ഏറ്റവും നല്ലൊരു ഫോട്ടോഗ്രാഫറായി മാറി. നമ്മൾ ആ കൊല്ലത്തെ പഠനോത്സവത്തിൽ അവന്റെ ഫോട്ടോകളുടെ ഒരു പ്രദർശനം ഉൾപ്പെടുത്താൻ വേണ്ടി സാധിച്ചു. അപ്പൊ അവന് നമ്മൾ നല്ലോണം കാരണം മറ്റുള്ള സ്കൂളുകാർ ചേർക്കൂലെന്ന് പറഞ്ഞ് വിട്ട ഒരു കുട്ടിയായിരുന്നു അത്. ട്രെയിനിങ് സ്കൂളിൽ അസ്ഥിത്ത് കുട്ടികൾ കുറവായത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ചേർത്തിട്ടുണ്ടാവാതെ ഞാൻ കരുതുന്നു. കാരണം അത്രയേറെ ഉപദ്രവിക്കുന്ന കുട്ടിയായിരുന്നു. പക്ഷെ ഞാൻ കരുതുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് കുട്ടികൾ നമുക്ക് ചുറ്റുമുണ്ടല്ലോ, അപ്പൊ അവരെ എല്ലാവരും ഒഴിവാക്കാണ്ട് ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ചിന്തയിട്ടുണ്ട്. അങ്ങനെ ഒരു കുട്ടി, അതായത് നേരെ ആ കുട്ടിയല്ല, ഇതൊരു ഭാവന മാത്രമാണ്. പക്ഷെ ആ കുട്ടിയുടെ പല മാനറിസങ്ങളും ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ചില അധ്യാപകരുടെ പെരുമാറ്റങ്ങളും ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ കഥയിലെ കുട്ടി നല്ല രീതിയിൽ അവസാനം എത്തുന്ന രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ എൻ്റെ ആ ശിഷ്യനും ഇപ്പൊ അവൻ +2-ലെത്തി. അപ്പൊ ഇപ്പോഴും അവന്റെ അമ്മ ഇടയ്ക്ക് വിളിക്കും. ഇപ്പൊ നല്ല വലിയ കുഴപ്പമൊന്നുമില്ലാത്ത നല്ല കുട്ടിയാണ്. അപ്പൊ അതിന് ടീച്ചറാണ് സഹായിച്ചതെങ്കിൽ വളരെ നന്ദിയോടെ അവൻ സംസാരിക്കുന്നതാണെന്ന് എനിക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പൊ ആ ഒരു കുട്ടിയെ കഥാപാത്രമാക്കിയിട്ട് എഴുതിയ ഒരു പുസ്തകമാണ്. അപ്പൊ എൻ്റെ വൈകാരികമായ ഒരുപാട് അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അത് നന്നായി എന്നാണ് എൻ്റെ ഒരു ചിന്തയും. ഒരു 3 അവാർഡുകളൊക്കെ ആ പുസ്തകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ അടുത്ത കാലത്ത് ഈ മാസം തന്നെ അതിന് മട്ടന്നൂരിന്റെ ടിവിക്ക് കുറുമ്പ് പുരസ്കാരമൊക്കെ ലഭിച്ചിട്ടുണ്ട്. യുറീക്കയിൽ 21 അധ്യായങ്ങളിലായി വന്ന പുസ്തകമാണ്. ആ ഓരോ രംഗത്തിലും കുട്ടികളുടെ അഭിപ്രായങ്ങളോട് കൂടിയാണ് ആ യുറീക്ക പുറത്തിറങ്ങിയിരുന്നത്. അപ്പൊ അതിന്റെ അടുത്ത വർഷം യുറീക്കയുടെ പരസ്യത്തിന് ഉപയോഗിച്ചതും ഈ ഭൂമിയിലെ നക്ഷത്രങ്ങളെ കുറിച്ച് ഒരു കുട്ടി എഴുതിയ ഒരു കത്തായിരുന്നു. എന്തായാലും എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവത്തിലേക്ക് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പുസ്തകമാണ് ഭൂമിയിലെ നക്ഷത്രങ്ങൾ. എഴുത്തുകാരി എന്ന രീതിയിലായാലും അധ്യാപിക എന്നുള്ള രീതിയിലായാലും എനിക്ക് കുഞ്ഞു മക്കളോട് ഒന്നേ പറയാനുള്ളൂ, നല്ല മനുഷ്യരാവാൻ ശ്രമിക്കുന്നത്. ഒരുപാട് എഴുത്തുകാരുള്ള ഒരുപാട് ഡിഗ്രികളുള്ള ആളുകളാവാൻ നമുക്ക് വലിയ വിഷമമൊന്നുമില്ല. പക്ഷെ നല്ല മനുഷ്യരാവാൻ, അവരുടെ പ്രാർത്ഥനയും പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ കണ്ണീര് സ്വന്തം കണ്ണീരായി കാണാൻ സാധിക്കുന്ന, മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കാൻ കഴിയുന്ന, അത് വലിയൊരു ഗുണമാണ്. കണ്ണീര് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് സങ്കടം വരും. പക്ഷെ മറ്റുള്ളവർ സന്തോഷം കാണുമ്പോൾ സന്തോഷിക്കാൻ കഴിയുന്നില്ലേ, അത് വലിയൊരു മനസ്സാണ്. അങ്ങനെയുള്ള മനസ്സുണ്ടാവട്ടെ നിങ്ങൾക്ക്. അങ്ങനെയുള്ള
ഉണ്ടാവാൻ വേണ്ടി നന്നായി വായിക്കുകയും എഴുതുകയും മറ്റുള്ളവരോട് നന്നായി ഇടപെടുകയും ചെയ്യുക. എല്ലാ കാര്യത്തിലും മടിച്ചു നിൽക്കാതെ, ഒന്നിലും മടി ആവശ്യമില്ല, എല്ലാത്തിലും മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരേയൊരു സന്ദേശം. അധ്യാപക ജീവിതത്തിലെ ഈ പുസ്തകങ്ങൾ എഴുതാനോ അതിനെപ്പറ്റി സംസാരിക്കാനോ ഞാൻ സമയം കണ്ടെത്തുന്നത്? അങ്ങനെ ഒരു ബുദ്ധിമുട്ട് മെച്ചമാകുന്നവരെ എനിക്കുണ്ടായിരുന്നില്ലേ. കാരണം ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നില്ല. കാരണം ഞാൻ വളരെ വൈകി ഉറങ്ങുന്ന ഒരാളാണ്. 2 മണിക്കോ 3 മണിക്കൊക്കെയാണ് എൻ്റെ എഴുത്ത്. ആ സമയത്താണ് എഴുത്ത് വരുന്നതെന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ മറ്റുള്ള പഠിപ്പിക്കുന്നതിനെയോ സ്കൂളിനെയോ ഒന്നും എഴുത്ത് ഒരിക്കലും ബാധിച്ചിരുന്നില്ല. വളരെ നേരം വൈകി ഉറങ്ങുന്ന ഒരു സ്വഭാവക്കാരിയായിരുന്നു. ആ ഒരു സമയമാണ് എഴുത്തിന് എപ്പോഴും നീക്കി വെച്ചിരുന്നത്. അതുകൊണ്ട് സമയമില്ലായ്മ ഒരിക്കലും എന്നെ ബാധിച്ചിരുന്നില്ല. പക്ഷേ ഈ കഴിഞ്ഞ കാലത്ത് ഒരു വിദ്യാലയത്തിന്റെ എച്ചമായതിനു ശേഷം കുറച്ച് ടെൻഷൻ, കുറച്ച് ഉത്തരവാദിത്തമൊക്കെ കൂടിയത് കൊണ്ട് കുറച്ചൊരു സമയമില്ലായ്മ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അടുത്ത കാലത്ത് എഴുത്ത് വളരെ കുറവാണ്. വളരെ കുറച്ചാണ്. എനിക്ക് ഒന്ന് തളിരിലും യൂണിക്കയിലും കത്തമ്മയിലൊക്കെ വന്ന കുറച്ച് കഥകളല്ലാതെ അടുത്ത കാലത്ത് പുസ്തകങ്ങളൊന്നും നൽകിയിട്ടില്ല. ഈ ഒരു 1.5 വർഷത്തിനിടയ്ക്ക് പുതിയ പുസ്തകമൊന്നും വന്നിട്ടില്ല. കുറച്ച് കഥകൾ മാത്രമേ പുറത്തിറങ്ങിയിട്ടുള്ളൂ. ഈ ഒരു അടുത്ത കാലത്ത് എന്തായാലും സമയക്കുറവിന്റെ ഒരു കാലഘട്ടമുണ്ട്. പ്രസിദ്ധീകരിക്കുന്ന എത്ര തരത്തിലെത്തിയത്? കുട്ടിയുടെ ഗുണ എന്ന കഥ യുറീക്കയിലാണ് ആദ്യം പ്രസിദ്ധീകരിച്ചു വന്നത്. അത് എനിക്ക് തോന്നുന്നു ഭാഗ്യമെന്നോ ഒരു സ്വപ്നെന്നോ ഒക്കെ പറയാവുന്ന ഒരു കാര്യമാണ് നടന്നത്. കാരണം പാഠപുസ്തക രചനാ സമിതിയിലുള്ളവര് അവർക്ക് പ്രകൃതി എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കഥ വേണമെന്നുള്ള അന്വേഷണത്തിലാണ് ഈ ഒരു കഥ കണ്ടെത്തിയത്. നിലാവിന്റെ കുഞ്ഞുങ്ങൾ എന്ന പുസ്തകത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. അതായത് കേരളത്തിലെ 10 എഴുത്തുകാരികളുടെ കഥകൾ കൃതികൾ ഉൾപ്പെട്ട ഒരു സെറ്റായിരുന്നു പൂമന ബുക്സ് ഇറക്കിയ അമ്മ മൊഴി. അമ്മ മൊഴി എന്നുള്ള സെറ്റ് 10 പുസ്തകങ്ങളാണ്. കേരളത്തിലെ 10 എഴുത്തുകാരികളുടെ പുസ്തകങ്ങൾ ഇറങ്ങിയ സെറ്റ് അതിൻ്റെ പുസ്തകമാണ്. ഈ പുസ്തകം ആ രചനാ സമിതിയിലുള്ള കൃഷ്ണദാസ് സാറിന്റെ ശ്രദ്ധപ്പെടുകയും കൃഷ്ണദാസ് സാറാണ് ഈ ഒരു കഥ സെലക്ട് ചെയ്തിട്ടുള്ളത്. എഴുത്തുകാരനാണ് അദ്ദേഹം. കുട്ടികൾക്ക് വേണ്ടി എഴുതുന്നയാളാണ്. അപ്പൊ എന്നെ വിളിച്ചു വെച്ച് ഈ ഒരു കഥ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ട് സമ്മതമാണെന്ന് ചോദിച്ചപ്പോൾ സമ്മതമാണെന്ന് പറഞ്ഞു. കഴിഞ്ഞ വർഷം തന്നെ എനിക്ക് അറിയിപ്പ് കിട്ടിയിരുന്നു. പക്ഷേ പുസ്തകത്തിൽ അച്ചടിച്ച് വരാതെ, അച്ചടിച്ച പുസ്തകം പുറത്തിറങ്ങാതെ അത് ആരോടും പറയരുത് എന്നുള്ള വ്യവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ കോഴ്സിന്റെ 1ാമത്തെ ദിവസം പുസ്തകം കയ്യിലെത്തി കണ്ടതിന് ശേഷം മാത്രമാണ് ഞാൻ അത് എൻ്റെ വീട്ടിൽ പോലും പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ കാരണം ഈ പുസ്തക രചന എന്നുള്ളത് പുസ്തക സമിതി എന്നുള്ളത് ഒരുപാട് കടമ്പകൾ കടന്നിട്ട് വരുന്നതാണ്. ഓരോ ഘട്ടത്തിലും അവർ ചിലപ്പോൾ ഒഴിവാക്കിയേക്കും. ഈ ഒരു രചന ഈ പുസ്തകത്തിന് അനുയോജ്യമല്ലാന്ന് കണ്ടാൽ ഏത് ഘട്ടത്തിലും അവർ ഒഴിവാക്കും. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിരാശ, ചിലപ്പോൾ ഫോട്ടോസെറ്റ് കൊടുത്തിട്ട് അത് അവസാനം വരുമ്പോൾ ഇല്ലെങ്കിൽ ഒരു നിരാശയാവുമല്ലോ എന്ന് കരുതി എന്നോട് പറയരുത് എന്ന് അവരും പറയേണ്ടതെന്ന് ഞാനും കരുതി. അപ്പൊ ഇപ്പൊ ട്രെയിനിങ്ങിന്റെ വെക്കേഷൻ ട്രെയിനിങ്ങിന്റെ 1ാമത്തെ ദിവസം പുസ്തകം അച്ചടിച്ച് എന്റെ കണ്ണോട്ട് നേരിട്ട് കണ്ടതിന് ശേഷം മാത്രമാണ് ഞാനത് പറഞ്ഞത്. അപ്പൊ പിന്നെ പക്ഷെ അതിന് വലിയൊരു പബ്ലിസിറ്റി കിട്ടി. എന്തായാലും വലിയൊരു സ്വപ്ന തുല്യമായ ഒരു കാര്യമെന്നാണ് ഞാൻ കരുതുന്നത്. വലിയൊരു ഭാഗ്യം. കാരണം കേരളത്തിലെ എല്ലാ കുട്ടികളും എൻ്റെ രചന വായിക്കുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. കാരണം നമ്മൾ യുഡിക്കയിലോ തളിരിലോ അല്ല മറ്റ് മാസികകളിലൊക്കെ വരുമ്പോൾ ഒരു വിഭാഗം കുട്ടികളെ വായിക്കുള്ളൂ. പക്ഷെ ഇപ്പോ ഒരു 5 കൊല്ലത്തേക്ക് 4ാം ക്ലാസ്സിൽ വരുന്ന എല്ലാ കുട്ടികളും അവരെ പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകരും കുറേയെങ്കിലും രക്ഷിതാക്കളും വായിക്കുന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. എൻ്റെ എഴുത്ത് ജീവിതത്തിൽ ഉണ്ടായ വലിയൊരു നേട്ടമായിട്ട് ഞാനിതിനെ